വിഷൻ 2031 ഭാഗമായി 2000 കോടി രൂപയുടെ ലാഭമാണ് കെൽട്രോൺ ലക്ഷ്യമിടുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. പ്രതിരോധ വിപണി ലക്ഷ്യമിട്ട് രൂപീകരിച്ച കെൽട്രോൺ ട്രാസ്നി ഡിഫൻസ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഇലക്ട്രോണിക് ഇന്റഗ്രേഷൻ ബേയുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഓരോ വീടും സംരംഭ കേന്ദ്രമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ കെൽട്രോൺ നൽകുന്ന സംഭാവനകൾ സമാനതകളില്ലാത്തതാണെന്ന് മന്ത്രി പറഞ്ഞു. വിയറ്റ്നാമിലെ കമ്പനികൾ ഉൾപ്പെടെയുള്ളവയുമായി സഹകരിച്ച് കെൽട്രോൺ പ്രവർത്തിക്കുന്നു. വിഷൻ 2031 ഭാഗമായി 2000 കോടി രൂപയുടെ ലാഭമാണ് കെൽട്രോൺ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ ഓരോ വീടും സംരംഭ കേന്ദ്രമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഓരോ വീടിന്റെയും 50% ഭാഗം സംരംഭങ്ങൾക്കായി ലൈസൻസ് നേടി ഉപയോഗിക്കാനാകും. ഓരോ വീടും ഒരു ചെറിയ സംരംഭ കേന്ദ്രമാക്കുക. വീടിന്റെ 50% സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകുകയാണ്. അത് ഗ്രീൻ വൈറ്റ് സംരംഭങ്ങളെല്ലാം വീട്ടിൽ തന്നെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ തന്നെ ആരംഭിക്കാൻ കഴിയും. ഒഴിഞ്ഞു കിടക്കുന്നതാണെങ്കിൽ 100% സംരംഭങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇലക്ട്രോണിക്സ് രംഗത്ത് കുറേ ചെറിയ കാര്യങ്ങൾ, അസംബ്ലി കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു കാച്ച്മെന്റ് ഏരിയ ഇതിന് ചുറ്റും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരു 10-14 വീടുകൾ. പ്രതിരോധ വിപണിയിലേക്കുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ച കെൽട്രോൺ ട്രാസ്നി ഡിഫൻസ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഇലക്ട്രോണിക് ഇന്റഗ്രേഷൻ ബേയുടെ ശിലാസ്ഥാപനം മന്ത്രി നിർവഹിച്ചു. ദിലീമ ജോജോ MLA, KSDP ചെയർമാൻ CB ചന്ദ്രബാബു, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.